നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 10 ദിവസത്തോളമായിട്ടുണ്ട് ഈ ഒരു സംഭവം ഉണ്ടായിട്ട്. അതായത് കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് വളരെ മോശമായൊരു പരാമർശം നടത്തുകയും അത് വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വലിയ കോമഡിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം തന്തയില്ലാത്തവന്മാരെ നമ്മൾ കണ്ടു. അതിൽ രൺവീർ അലഹബാദിയ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, യൂട്യൂബർ ആണെന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ അവന് ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആ ഒരു പരാമർശം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. विलियम कहाँ से हैं आप? केरला सर, 100% लिटरेसी सर. ഇത് പറഞ്ഞിട്ട് അവന്റെ ഒരു ചിരിയുണ്ട്. ഇനി അതിനുശേഷം ഇനി ഒരു വിവാദമായിട്ടുള്ള ഒരു പരാമർശം കൂടിയുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. Your parents have sex every day for the rest of your life, or would you join in once and stop it forever? കണ്ടില്ലേ, അവൻ ചോദിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളത് കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ അതിനിടയ്ക്ക് ചെന്ന് ചേരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് സംഭവിക്കുക എന്നുള്ളതാണ്. അവന്റെ വീട്ടിൽ അവൻ അങ്ങനെ ആയിരിക്കും, അച്ഛനും അമ്മയ്ക്കും ഒക്കെ കിടന്നുറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരത് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ കൂടെ പോയി കയറി കിടന്നവന് ചെയ്യാറുണ്ടാവും. അതൊക്കെ ഓക്കെ, നമുക്കതൊക്കെ അംഗീകരിക്കാം. അത് അവന്റെ കൾച്ചറും അവന്റെ ഫാമിലിയുടെ കൾച്ചറും, അതിന് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഇത് കേട്ടിട്ട് വെറുതെ അവനങ്ങ് പോയാൽ പോരല്ലോ എന്ന് തോന്നലുണ്ടായ നമ്മളുടെ ഒരു കൂട്ടത്തിൽ ഒരാളുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ചെയ്തിട്ട് അവനും വിചാരിച്ചു ഇത് ചെയ്ത് മുടിഞ്ഞ റീച്ച് കിട്ടും, യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നല്ലൊരു റീച്ചും കിട്ടി, കൂടെ ചിരിക്കാൻ കുറെ തന്തയില്ലാത്തമാരുണ്ടല്ലോ. ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് റീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തന്തയില്ലായ്മയും ആവാം എന്നുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ ആ ഒരു ബോധവും അത് തെറ്റായി പോയി എന്ന് ഇപ്പോൾ അവൻ പശ്ചാത്തപിക്കുന്നുണ്ട്. 1000 തവണ അവൻ ആണയിട്ട് പറയുന്നുണ്ട് തെറ്റായിപ്പോയി. പക്ഷേ അവനെ എടുത്തിട്ട് സുപ്രീം കോടതി വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഒരു ചെറിയൊരു വ്യക്തി അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് അത് ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതും കേരളത്തിൽ നിന്ന് ഒരാളാണ് ചെയ്തിരിക്കുന്നത്. അത് ആരാണെന്നുള്ളത് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത്. അപ്പൊ ആരാണെന്നുള്ളത് ഞാൻ ആളുടെ ഒരു ആദ്യത്തെ ഒരു വീഡിയോ കൂടെ ഞാനിടാം. ഈ ഒരു പരാമർശം വന്നതിന് പിന്നാലെ ഉണ്ടായ ഒരു വീഡിയോ കൂടി. ബീർ ബൈസെപ്സ് രൺവീർ അലഹബാദിയ എന്ന പ്രമുഖ യൂട്യൂബർക്കെതിരെ മുംബൈ പോലീസിൽ ഞാൻ കംപ്ലൈന്റ് നൽകുകയും ജോയിന്റ് പോലീസ് കമ്മീഷണർ സത്യനാരായണുമായി ആശയവിനിമയം നടത്തുകയും അദ്ദേഹം എന്റെ പരാതി സ്വീകരിക്കുകയും അത് മുംബൈയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത നൽകുകയുണ്ടായി. ഇതിലെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, രൺവീർ അലഹബാദിയ എന്ന ബീർ ബൈസെപ്സ് നമുക്കെല്ലാം ഇഷ്ടമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ, ഒരുപക്ഷെ ധ്രുവ് റാത്തി ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖനായ യൂട്യൂബറാണ്. ഒരു റൈറ്റ് ലീനിങ് സ്പേസ് നിൽക്കുന്ന വ്യക്തിയുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു കമന്റ്, അദ്ദേഹം ഈ ഇന്ത്യ ഗോട്ട് ലാറ്റന്റ് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു കമന്റ്, ആ കമന്റ് ഇങ്ങനെയാണ്: വുഡ് യു റാദർ വാച്ച് യുവർ പേരൻസ് ഹാവ് സെക്സ് ഫോർ ദി റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഓർ ജോയിൻ ഇൻ വൺസ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫോർ എവർ? നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ ആ ലൈംഗികത നടത്തുന്നത് കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയോ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് തമാശ രൂപേണ, ഹാസ്യ രൂപേണ ഇദ്ദേഹം, അതായത് ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി ചെയ്തതാണ്. ഇത് ആബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ ആണ്. നമ്മൾ ഒരിക്കലും ഫാമിലി ആൻഡ് ഫെയ്ത്ത്, നമ്മുടെ കുടുംബത്തെയും വിശ്വാസത്തെയും ഒക്കെ ഇത്തരം ലൈംഗികത, മറ്റ് പെർവേർഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും കൊണ്ടുവരാറില്ല. ഈ പരിപാടിയിൽ തന്നെ മറ്റു പല സമാനമായ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ കേരളത്തിലുള്ള പല ആളുകളും കളിയാക്കുകയും ഒരു പുരുഷ കമ്മീഷൻ എന്തിനു വേണമെന്നുള്ള രീതിയിൽ പലരും കളിയാക്കുകയും ചെയ്തിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും സ്വന്തം രാഹുൽ ഈശ്വർ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത്. ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവനത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്ന ഒരുത്തനല്ല. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളാണ് കേരളത്തിന് ആവശ്യം. അദ്ദേഹം പ്രതികരിച്ചു മുംബൈ പോലീസിൽ പരാതി നൽകുകയും അതിന് വ്യക്തമായ നടപടികൾ മുംബൈ പോലീസ് കൈക്കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതേസമയം നമ്മുടെ കേരള പോലീസിൽ ഒരു പരാതി കൊടുത്താൽ നമുക്കറിയാം അത് എത്ര നാളിട്ട് ചവിട്ടി നീക്കിക്കൊണ്ട് പോകാന്നുള്ളത്. പിന്നെ അതൊരു ഇത്തിരി പിടിപാടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കേസേ ഇല്ല എന്നുള്ള രീതിയിൽ വരും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും മുംബൈ പോലീസ് അതിന് സമയോചിതമായി ഇടപെടുകയും അത് ഇപ്പോൾ ഒരു കേസ് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. അവൻ എത്ര മാപ്പ് പറഞ്ഞിട്ടും അവനെ അത് അംഗീകരിക്കാതെ അല്ലെങ്കിൽ അവൻ പറഞ്ഞ തെറ്റായിരുന്നു എന്നുള്ളത് അവനെ കൊണ്ട് ആണയിട്ട് അവൻ പലതവണ ഉറങ്ങുമ്പോൾ പോലും അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബോധമാണ്. ഇപ്പോൾ ആ ഒരു ബോധം ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ ഈ പറയുന്ന കേരളത്തിലുള്ള ആളുകളുടെ ഒരു കഴിവെന്ന് പറയുന്നത്, രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളുടെയൊക്കെ കഴിവെന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം വന്നൊരു ന്യൂസ് ഞാനൊന്ന് കാണിച്ചു തരാം. അത് നമ്മുടെ മനോരമ ന്യൂസിൽ വന്നാണ്. അശ്ലീല പരാമർശത്തിൽ യൂട്യൂബർ രൺവീർ അലഹബാദിയക്കെതിരെ സുപ്രീം കോടതി വിമർശനം. ആ വാക്കുകൾ കേട്ടാൽ മാതാപിതാക്കളും പെൺകുട്ടികളും സഹോദരിമാരും ലജ്ജിക്കുമെന്ന് കോടതി. ഇത്തരം പ്രസ്താവനകളെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് അഭിഭാഷകനോട് കോടതി ചോദിച്ചു. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ ജിതിൻ തന്നെ നൽകും. ജിതിൻ, എന്താണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എടുത്ത നിലപാട്? ബിഞ്ചു, ഇന്ത്യാസ് ഗോട്ട് ലാറ്റന്റ് ഷോയിൽ യൂട്യൂബറായ
രൺവീർ അലഹബാദിയെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനമുണ്ടായത്. ജസ്റ്റിസ് സൂര്യകാന്താണ് മിനിറ്റുകളോളം സമയമെടുത്ത് വളരെ രൂക്ഷമായി ഈ അശ്ലീല പരാമർശങ്ങളെ വിമർശിച്ചത്. മുഴുവൻ സമൂഹവും ഈ വാക്കുകൾ കേട്ട് ലജ്ജിക്കുകയാണ്. ആ വാക്കുകൾ കേട്ടാൽ മാതാപിതാക്കളും പെൺകുട്ടികളും സഹോദരിമാരും എല്ലാം തന്നെ ലജ്ജിക്കും. ഇത് അശ്ലീലമല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് അഭിഭാഷകനോട് ജസ്റ്റിസ് ചോദിക്കുകയുമുണ്ടായി. ഇത്തരം പ്രസ്താവനകളെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ എന്നും അലഹബാദിയുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. തന്റെ മാതാപിതാക്കളോട് ഇയാൾ ചെയ്തതോർത്ത് അയാൾ തന്നെ ലജ്ജിക്കണം. ഇത്തരം പെരുമാറ്റം വളരെ അപലപനീയമാണ്. തനിക്ക് ജനപ്രീതി ഉണ്ട് എന്ന് കരുതി സമൂഹത്തെ നിസ്സാരമായി കാണരുത് എന്ന മുന്നറിയിപ്പും കോടതി ഇന്ന് നൽകുകയുണ്ടായി. ഇത്തരം ഭാഷ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും രാജ്യത്തുണ്ടാകുമോ, ഭൂമിയിൽ ഉണ്ടാകുമോ എന്നും കോടതി ചോദിച്ചു. മനസ്സിലെ അഴുക്ക് ഛർദ്ദിക്കുന്നതാണ് ഇത്തരം പരാമർശങ്ങൾ എന്നും കോടതി ഇന്ന് വിമർശിക്കുകയുണ്ടായി. ഇങ്ങനത്തെ അവന്മാർ കാണിക്കുന്ന ഈ ചെറ്റത്തരമൊക്കെ കണ്ടിട്ട് പലരും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അത് കോമഡി ആയിട്ട് എടുക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ അതിന് കിട്ടത്തില്ല മക്കളെ. നിനക്ക് ആള് തെറ്റി. നീ പല കോമഡിയും പറഞ്ഞിട്ടുണ്ടാവും. അത് നിന്നെ പോലെയുള്ള വിവരമില്ലാത്ത കുറെ നിന്റെയൊക്കെ അവിടെ ഉള്ള ആളുകളുടെ അടുത്ത് നീ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും, ചിരിക്കും, തള്ളും, എല്ലാം ഒരു കോമഡി എന്നുള്ള രീതിയിൽ പോകും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ പിള്ളേർക്ക് ഒറ്റ തന്തയേ ഉള്ളൂ. അവർ തന്തയില്ലായ്മ കാണിക്കത്തില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യം നിനക്ക് ഇനി ഉണ്ടാവണം. നിന്റെ വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധി വേണം. മോഹൻലാൽ പറയുന്ന പോലെ അത് ഇനിയും നീ ഉണ്ടാക്കണം. നിന്റെ ഈ അച്ഛനും അമ്മയ്ക്ക് ഡോക്ടറാണെന്നൊക്കെ ഞാൻ പല ന്യൂസിലും കണ്ടു. ഈ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചു പോയതോടെ നീയൊക്കെ അത്രയും ഒരു ഫെസിലിറ്റിയിൽ വളർന്നിട്ട് അതുകൊണ്ടായിരിക്കണം നീയൊക്കെ ഇത് ഈ രീതിയിൽ ചിന്തിക്കുന്നത്. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നീ ഈ രീതി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന പല അമ്മമാർക്കും ഉള്ളൊരു താക്കീത് കൂടിയാണ് ഈ പറയുന്ന ഒരു ന്യൂസ്, ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അതിന് ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി കേരളത്തിലെ മലയാളി കൂട്ടങ്ങൾക്ക് വേണ്ടി, മലയാളി ജനക്കൂട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ രാഹുൽ ഈശ്വറിന് അഭിനന്ദനങ്ങൾ, ബിഗ് സല്യൂട്ട്. അപ്പൊ ഇങ്ങനത്തെ നല്ല പ്രവർത്തികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകണം. ഇത്തരം നല്ല ചുരുക്കുള്ള ആളുകൾ കേരളത്തിലുണ്ടെന്നുള്ളത് അവന്മാർ കാണണം. ഹിന്ദിക്കാരന്മാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ മണ്ടേ കയറി ഒന്ന് ഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂഞ്ചി കുത്തി അവിടെ ഇരുന്നാൽ മതി.